ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJSന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. കോട്ടയം ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തും ഒക്കെ മത്സരിക്കുമെന്ന് വാർത്ത വരുമ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതായത് 2 സീറ്റുകളാണ് ഇനിയുള്ളത് പ്രഖ്യാപിക്കാൻ, കോട്ടയവും ഇടുക്കിയും. ആ 2 സീറ്റുകളിലെ പ്രഖ്യാപനമാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ ദിവസം 2 സീറ്റുകൾ മാവേലിക്കരയും ചാലക്കുടിയും പ്രഖ്യാപിച്ചത് കോട്ടയത്ത് വെച്ചാണ്. എന്നാൽ ഇന്ന് ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത് ദില്ലിയിൽ വെച്ചാണ്. ദില്ലിയിൽ JP നദ്ദയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ BDJS നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോട്ടയത്ത് ആര് മത്സരിക്കുമെന്നുള്ളതാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവമായി ചർച്ചയിലുണ്ട്. അദ്ദേഹം ഇതിനോടകം തന്നെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പല മതമേലധ്യക്ഷന്മാരെയും അദ്ദേഹം നേരിട്ട് കണ്ട് പിന്തുണ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് ഒന്നായിരുന്നു. അതായത് ഈ റബ്ബർ വില ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റബ്ബറിന്റെ അടിസ്ഥാന വില 250 ഉയർത്തണമെന്നൊരു ആവശ്യം താൻ BJP നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ആ കാര്യത്തിലുള്ള ഒരു തീരുമാനം BJP നേതൃത്വം അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാലേ താൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ ദില്ലിയിലെത്തിയ അദ്ദേഹം BJP നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ തന്റെ പേര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കൂ എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ആ കാര്യത്തിലൊക്കെയുള്ള ഒരു തീരുമാനം ഇന്ന് വരും. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വരാനുണ്ട്. അതിനോടൊപ്പം തന്നെയായിരിക്കും BDJSന്റെ ഈ 2 സീറ്റിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ ഇടുക്കിയിൽ സുനിൽ മുണ്ടപ്പള്ളി അടക്കമുള്ളവരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു വനിതാ സ്ഥാനാർത്ഥി വരുമോ എന്നുള്ള ഒരു ഇതും കൂടി നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 സീറ്റുകളിൽ ഒന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ബാക്കി മൊത്തം 4 സീറ്റുകളാണുള്ളത്. കോട്ടയത്ത് ഇതിനോടകം തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കേരള കോൺഗ്രസുകൾ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ ആളുകളുടെ വോട്ട് തേടുന്ന അല്ലെ പ്രമുഖരെ കാണുന്ന നടപടികൾ തുഷാർ വെള്ളാപ്പള്ളിയും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഈ ഒരു 2 സീറ്റിലേക്കുള്ള പ്രഖ്യാപനം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.